റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഈ വർഷം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണം. തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90-ലധികം പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് അതിക്രൂരമായ ഈ ആക്രമണം നടന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് 74 മിസൈലുകളും 496 ഡ്രോണുകളുമായിരുന്നു ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിന് നേരെ പ്രയോഗിച്ചതായി ഉക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നത്. നഗരത്തിലുടനീളം 130ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഡിനിപ്രോ നദിക്കരയിലുള്ള ഒരു 9 നില പാർപ്പിട സമുച്ചയമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത്. 60-ലധികം ഫ്ളാറ്റുകളാണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായത്. ഈ ആക്രമണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അയർലൻഡ് സന്ദർശനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് പ്രസിഡന്റ് സെലൻസ്കി കീവിലേക്ക് മടങ്ങുകയായിരുന്നു. തകർന്ന കെട്ടിടം നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സഹായം വൈകുന്നതാണ് ഇത്തരം ആക്രമണങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതെന്ന് ആരോപിച്ചു. എന്നാൽ സൈനിക താവളങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് റഷ്യയുടെ വാദം. റഷ്യൻ പ്രദേശത്തെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉക്രൈൻ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള മറുപടി കൂടിയാണിതെന്നും ക്രെംലിൻ അറിയിച്ചു. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ അടക്കം ശക്തമായി പ്രതികരിച്ചു. റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ സമ്മർദ്ദം തുടരുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട്. യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങളുടെ തീവ്രത കുറയുന്നില്ല എന്നതാണ് ഈ സംഭവം കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സിമലൻ ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.